ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ചീസ് കാസൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ശനിയാഴ്ച ഞാനും എൻ്റെ ഫ്രണ്ട് മഞ്ജുവും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടാറ്റു ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റുവിന് ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ടാറ്റു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്, ഇല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ചെറിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേപോലെ, അതായത് ഈ കപ്പിൾ ടാറ്റു എന്നൊക്കെ പറയണ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേപോലത്തെ ടാറ്റു ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് നാളായി ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ അത് നീണ്ടു കണ്ട് പോകുമായിരുന്നു. കാരണം മഞ്ജുവിന് പേടിയുണ്ടായിരുന്നു, വേദന ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള പേടി നല്ലോണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഫൈനലി ഞങ്ങൾ ടാറ്റു അടിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3:30-ക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് സ്ഥിരം എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ നേരത്തെ എത്തിക്കട്ട് ഞാൻ പോസ്റ്റായിരുന്നു. അങ്ങനെ അവസാനം ടാറ്റു ചെയ്യാൻ സമ്മതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് ഡിസൈൻ വേണമെന്നുള്ളതായി. അപ്പം ഞാൻ ചെറിയ ഡിസൈനൊക്കെയാണ് കാണിച്ചത്, ചെറിയ ഡിസൈനൊക്കെയാണ് സെലക്ട് ചെയ്തത്. അതാകുമ്പോഴത്തേക്കും കുറച്ച് വേദന സഹിച്ചാൽ മതിയല്ലോ. പിന്നെ ഈ വേദന എന്നൊക്കെ പറയണത് ഓരോരുത്തരുടെ പെയിൻ ടോളറൻസിൻ്റെ ലെവൽ പോലെ ഇരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചെറിയ ഡിസൈനൊക്കെയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ മഞ്ജു വലിയ ഡിസൈനുകൾ തപ്പിയെടുക്കുമായിരുന്നു എക്സൈറ്റ്മെൻറ്റ് കയറിയപ്പോഴത്തേക്കും. പക്ഷേ ഞാൻ പിന്നെ അവസാനം പറഞ്ഞു നമുക്ക് ചെറിയ ഡിസൈനിൽ തുടങ്ങാം, എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വലിയ ഡിസൈൻ വേണമെങ്കിൽ അടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവസാനം ചെറിയ ഡിസൈൻ ഫിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ പേട്ടയിലുള്ള മാഡ് ഡോഗ് ടാറ്റൂസിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെയും നേരത്തെയും എൻ്റെ ടാറ്റൂസ് അവിടെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് മാഡ് ഡോഗ് ടാറ്റൂസിലേക്ക് തന്നെ പോയി അവിടെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് 3:30-ക്ക് അവിടെ എത്തി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടാറ്റൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടുഗെദർ ഫോർ എവർ എന്നുള്ളത് എഴുതാം എന്നാണ്. അപ്പോൾ ടുഗെദർ ഒരാളുടെ കയ്യിൽ, ഫോർ എവർ ഒരാളുടെ കയ്യിൽ, അങ്ങനെയാണ് തീരുമാനിച്ചത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ട്. അപ്പോൾ ഒരു ഹാർട്ട് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് എം എന്നും എസ് എന്നും എഴുതുക. അപ്പോൾ മഞ്ജുവിൻ്റെ കയ്യിൽ ഹാർട്ടിൻ്റെ അകത്ത് എസ് വരും, എൻ്റെ കയ്യിൽ ഹാർട്ടിനകത്ത് എം വരും. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ടാറ്റു ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്നോട് മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നീ ഒരു ഡബിൾ മുണ്ടൊക്കെ എടുത്തോണ്ട് പറ്റും കേട്ടോ എൻ്റെ വായിൽ കുത്തിക്കയറ്റാനായിട്ട്, ഇല്ലെങ്കിൽ ഞാൻ കാറി പൊളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാറി പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയ്ക്ക് വേദനയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യം ഡിസൈനൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം എന്നെയാണ് അവൾ കുത്തിപ്പിടിച്ചിരുത്തിയത്, നീ ചെയ്തോ എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് ടാറ്റു ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റു ചെയ്യാനായിട്ട് ആദ്യം എന്നെയാണല്ലോ പിടിച്ചിരുത്തിയത്. അപ്പോൾ എന്നെ പിടിച്ചിരുത്തിയിട്ടേക്ക് എൻ്റെ കൈപ്പത്തിയിലാണ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഹാർട്ടിന് ഡിസൈൻ അത് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി വേറെ ബോഡി പാർട്സ് ചെയ്യണതിനേക്കാളും കുറച്ച് ഒരു തരി വേദന കൂടുതലായിരിക്കും നമ്മുടെ കൈപ്പത്തിയിൽ ചെയ്യുമ്പോഴേക്ക്. കാരണം അവിടെ ഫ്ലഷ് കുറവാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വേദന എടുത്തു. പക്ഷേ വേദന പുറത്ത് കാണിച്ചില്ല. കാരണം ഞാൻ വേദന പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ മഞ്ജു അതിനേക്കാളും വലിയ വേദന കാണിക്കില്ലായിരിക്കും. അപ്പോൾ അവളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം വേദന പുറത്ത് കാണിച്ചില്ല. പക്ഷേ ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. കുറച്ച് വേദന ഉണ്ടായിരുന്നു, വളരെ കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കില്ല, അതങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചു കഴിഞ്ഞു. കാരണം വളരെ ചെറിയ ഡിസൈനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസ്റ്റിൽ ഫോർ എവർ എന്നുള്ളത് അടിക്കാനായിരുന്നു. അപ്പോൾ അതും വേഗം തന്നെ അടിച്ചു കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് മഞ്ജുവിൻ്റെ ടേൺ ആയിരുന്നു. അപ്പോഴേക്കും തുടങ്ങി, എടി മുണ്ടെടുക്ക്, എടി ഞാൻ എന്ത് ചെയ്യും, എടി വേദന എടുക്കുമോ? ഞാൻ പറഞ്ഞു വേദനയൊന്നുമില്ല, നീ അവിടെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല, കട്ടുറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കിടത്തിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ടാറ്റു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നല്ലോണം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാറ്റുവിൻ്റെ മുകളിൽ ഒരു സിമിലർ ടു ക്ലിങ് റാപ്പ് അതുപോലത്തെ ഒരു സ്റ്റിക്കർ നമുക്ക് ഒട്ടിച്ച് തരും. അതായത് അത് നനയാതിരിക്കാനായിട്ട്. കാരണം സ്കിന്നിലേക്ക് സൂചി പെനട്രേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ടാറ്റു ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഉടനെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഫിലിം പോലെ സാധനം ഒട്ടിച്ച് തരും.
അപ്പോൾ അത് എപ്പോൾ പോകുന്നോ അപ്പോൾ പോട്ടെ എന്നുള്ള രീതിയിലാണ്. ചിലർക്കൊക്കെ ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കും. പക്ഷേ എനിക്ക് ഇതുവരെ ടാറ്റു കേട്ട് ഒരു ദിവസം വരെ നിന്നിട്ടില്ല അത്. അപ്പോൾ അത് പൊളിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലൂക്ക് വാം വാട്ടറിൽ കഴുകാനാണ് പറഞ്ഞത് നമ്മൾ ടാറ്റു ചെയ്ത ഏരിയ. അപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കരുത്. കഴുകുക, നല്ലോണം കഴുകി നല്ല വൃത്തിയുള്ള തുണി വെച്ച് കഴുകി തുടച്ചിട്ട് ബോറോ പ്ലസ് അപ്ലൈ ചെയ്യാനാണ് അവർ പറഞ്ഞത്, സ്കിന്നൊന്ന് ഹീലാവാനായിട്ട്. അങ്ങനെ പിന്നെ അതായിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ജെൻറ്റലായിട്ടുള്ള സോപ്പ് വെച്ച് വേണമെങ്കിൽ ഒന്ന് ആ ടാറ്റുവിൻ്റെ ഏരിയ കഴുകുക. ആയിട്ട് ബോറോ പ്ലസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഓലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓലിവ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ടാറ്റുവിൻ്റെ കളറ് ഫെയ്ഡ് ആവാതെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് അവർ ആഫ്റ്റർ കെയർ പറഞ്ഞു തന്നത്. അപ്പോൾ എൻ്റെ ടാറ്റുവിന് ശേഷം മഞ്ജുവിൻ്റെ ടാറ്റു അടിക്കാനുള്ള ഊഴായിരുന്നു. അവിടെ വന്നിരുന്നു കേട്ടോ, പേടിച്ച് വിറച്ചിട്ടാണെങ്കിലും വന്നിരുന്നു. ഏട്ടൊരു ഡയലോഗും, എൻ്റെ ശരു ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ആൾക്ക് വേദന എടുത്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച അത്ര ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, സഹിച്ചു പിടിച്ചിരുന്നു. അപ്പോൾ മുഖത്തെ എക്സ്പ്രഷനൊക്കെ വല്ലാണ്ട് മാറാണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഇനി കൈപ്പത്തിയിൽ അടിക്കണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ ചാടിക്കടിക്കാൻ വന്നു. എനിക്കടിക്കണം എന്നും പറഞ്ഞ് ചാടിക്കടിക്കാനൊക്കെ വന്നു. രണ്ടും എന്തായാലും അടിച്ച് തീർത്തു. പിന്നെ ടാറ്റു അടിച്ചതിൻ്റെ ക്ഷീണം മാറാനായിട്ട് പാവം ഇത്രയും വേദനയൊക്കെ സഹിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടി ഷേക്കൊക്കെ അടിക്കാൻ പോയി. ഞാനൊരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞു, മഞ്ജു ഒരു മാംഗോ ഷേക്കും പറഞ്ഞു. ഞങ്ങൾ ആ ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.